ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് ആണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് ബോക്സ് നിങ്ങൾക്ക് എന്താ പറയുക, ചെറിയ നിക്നാക്സോ ജ്വല്ലറീസോ എന്ത് വേണമെങ്കിലും ഇടാനായിട്ട് വെക്കാം. ഇനി അല്ലെങ്കിൽ സ്പൈസ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് സ്പൈസ് ബോക്സ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ കാർട്ടൺ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലേഡ്, ഫെവിക്കോള്, ഒരു പഴയ ടൂത്ത് ബ്രഷ്, പിന്നെ സൂപ്പർ ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യം. ഈ ചെറിയ കാർട്ടൻ്റെ നമുക്ക് ഒരു സൈഡ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ട് അതിനൊരു എന്താ പറയുക, ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാണ്ട് ചെറിയൊരു എന്താ പറയുക, ഒരു 2 മില്ലിമീറ്റർ എങ്ങാനും ഗ്യാപ്പ് വിട്ടിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ആയിട്ടുള്ള കാർട്ടനാണെങ്കിൽ അത് ഫെവിക്കോൾ വെച്ചിട്ട് ആ സൈഡ് പൊട്ടിക്കാൻ പാകത്തിന് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ? ഇപ്പം ഇങ്ങനെ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലെയും കോർണേഴ്സും അതേപോലെ തന്നെ സൈഡും എല്ലാം നന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണം. ഇതേപോലെ വെളുത്ത കാർട്ടണും വെളുത്ത കാർഡ്ബോർഡ് ബോക്സും ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ 2 ബോക്സും ഈ വലിയ ബോക്സിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ 2 തട്ടായിട്ടായിരിക്കും നമ്മളുടെ ഈ സ്റ്റോറേജ് ബോക്സ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഞാനിതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പോവാണ്. ഇതേപോലെ ഫെവിക്കോള് നന്നായിട്ട് വെച്ചിട്ട് അടിയിൽ പേസ്റ്റ് പോലെ തന്നെ നന്നായി തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് എല്ലാ സൈഡ് എഡ്ജസും ഒന്നും കൂടി എന്താ പറയുക, നന്നായിട്ട് ഒട്ടിക്കുക. ഇനി അടുത്ത വെളുത്ത ബോക്സും ഇതേപോലെ തന്നെ, അത് ഓൾറെഡി ഓപ്പണാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഓപ്പണായിട്ടുള്ള ഫ്ലാപ്പ് കട്ട് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ഞാനിതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഇതിന് ഫെവിക്കോളും സൂപ്പർ ഗ്ലൂവും തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യാം. ഹോട്ട് ഗ്ലൂ കുറച്ചുകൂടി ഈസിയാണ്, വേഗം കഴിയും. ഇപ്പോൾ ഇതിന് ഞാൻ ഹോട്ട് ഗ്ലൂ എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ച പ്രാവശ്യം സൂപ്പർ ഗ്ലൂവും ഫെവിക്കോളും വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനു വേണ്ടി യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഹോട്ട് ഗ്ലൂ ആണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഫ്ലാപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സൈഡിൽ കുറച്ച് നടുവിൽ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഈ സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. അത് നിങ്ങളുടെ സൗകര്യം. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ഭാഗം മൊത്തമായിട്ട് അടിയിൽ ഞാൻ ഫെവിക്കോൾ പേസ്റ്റ് പോലെ തേച്ചതിന് ശേഷമാണ് ഇത് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഗ്ലൂ കൊണ്ട് അതിൻ്റെ എഡ്ജസ് എല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒട്ടിക്കാം. വിട്ടുപോരത്തല്ലോ. ഓക്കെ, ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് പൊട്ടിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിതിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലെ 2-3 സൈഡും
ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ സ്പൈസ് ബോക്സ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുകളിൽ വെക്കുന്ന ബോട്ടിൽസ് കൈതട്ടി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കുഞ്ഞി ഒരു വേലി പോലെ ഒരു സ്റ്റൈലിന് ഒട്ടിച്ചിരിക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഈ കാർട്ടൂണിൻ്റെ ബാക്കി കൊണ്ട് തന്നെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യേണ്ട കളർ ചെയ്യാനായിട്ട് ഇതിന് ഈ സ്പൈസ് ബോക്സ് കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് വൈറ്റ് ആക്കാൻ പോവാണ്. സാധാരണ ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുള്ളത് സദാഫ് ഷീറ്റ് MDF ഷീറ്റ് കൊണ്ട് ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഞാൻ വിചാരിച്ചു അക്രലിക് സ്പ്രേ പെയിൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് CFC ഫ്രീ ഉള്ള സ്പ്രേ പെയിൻ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ആ ഫ്രണ്ടിലെ ഫ്ലാപ്പ് പോലത്തെ ഞാൻ എടുത്ത് കളഞ്ഞു. അവിടെ വേറൊരു പ്ലാനിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ കളറുള്ള നല്ല പിക്ചേഴ്സ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇതിന് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കാണാനൊരു എന്താ പറയുക, ഫുൾ വൈറ്റ് അല്ലാതെ കുറച്ച് കളർഫുൾ ആവാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റോറേജ് ബോക്സ്. ഞാനിത് സ്പൈസ് ബോക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സൈഡിലും അതേപോലെ തന്നെ ഈ 2 കുഞ്ഞി ബോക്സിൻ്റെ ഉള്ളിലും വേറെ വേറെ സ്പൈസസ് വെക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ് ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.